രാജ്യത്ത് സ്ത്രീകൾ അനുഭവിക്കേണ്ട എല്ലാ അവകാശങ്ങളും റദ്ദ് ചെയ്തു. NREG ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഒരു അവകാശമാണ്. ഒന്നാം UPA ഗവൺമെൻറ്റിൽ 64 അംഗങ്ങളുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ CPIയും CPMും RSPയും ഫോർവേഡ് ബ്ലോക്കും 64 അംഗങ്ങളുള്ള ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടി തീരുമാനിച്ച പൊതു മിനിമം പരിപാടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു നമുക്ക് NREG മിനിമം തൊഴിൽ നൽകാൻ കഴിയുന്ന വിധത്തിൽ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കണം. അതിൽ 6.5 കോടി ആളുകളുടെ സ്ത്രീകളുടെ ജോബ് കാർഡ് റദ്ദ് ചെയ്തത് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. ഒരക്ഷരവും മോദി ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി അതിനെക്കുറിച്ച് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനത്ത് നടത്തിയ അഭിപ്രായ പ്രകടനത്തിൽ പറഞ്ഞില്ല എന്നുള്ളത് വളരെ ഗൗരവപ്പെട്ട പ്രശ്നമല്ലേ? നിങ്ങൾ നോക്കൂ, റേഷൻ കാർഡ് ഇന്ത്യയിൽ ആകെ റേഷൻ കാർഡ് നടപ്പിലാക്കും എന്ന് പ്രഖ്യാപിച്ച നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് 4 കോടി റേഷൻ കാർഡുകളാണ്, സ്ത്രീകളുടെ പടമുള്ള റേഷൻ കാർഡുകളാണ് 4 കോടി റദ്ദ് ചെയ്തത്. എത്ര ദൗർഭാഗ്യകരമായ സംഭവമാണ്. നരേന്ദ്രമോദി തൃശ്ശൂരിൽ എത്തിച്ചേർന്നതുകൊണ്ട് തൃശ്ശൂരിനുണ്ടായ ഒരു മെച്ചം അവിടുത്തെ തട്ടുകടക്കാർക്കും കച്ചവടക്കാർക്കും ഭക്ഷണം കൊടുക്കുന്നവർക്കും ഹോട്ടലുകാർക്കും ഒക്കെ നല്ല കച്ചവടം ഉണ്ടായി. കാരണം മഹാഭൂരിപക്ഷം ആളുകളും പുറത്തു നിന്ന് വന്നവരാണ്. അവർക്ക് താമസിക്കാനും ഭക്ഷണം കഴിക്കാനും ഉള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു. അതിൽ പ്രത്യേകമായി തൃശ്ശൂരിന് വേണ്ടി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അത് കഴിച്ചാൽ കേരളത്തിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വന്ന് കേരളത്തിന് അനുകൂലമായ എന്തെങ്കിലും ഒരു തീരുമാനം പറഞ്ഞു. 7.5 വർഷക്കാലത്തിനിടയിൽ 1,07,532 കോടി രൂപ കേരളത്തിൻ്റെ വിഹിതത്തിൽ നിന്ന് റദ്ദ് ചെയ്തു. തിരിച്ചു കൊടുക്കാം എന്ന് മോദിക്ക് ഗ്യാരണ്ടി ഉണ്ടായോ? ഈ 2.5 വർഷക്കാലത്തെ ഗവൺമെൻറ്റിനിടയിൽ 57,632 കോടി രൂപ കേരളത്തിന് പല കാര്യങ്ങളാൽ ഒഴിവാക്കി. തിരിച്ചു കൊടുക്കാം എന്ന് മോദിക്ക് ഗ്യാരണ്ടി ഉണ്ടായോ? ഗ്യാരണ്ടി ഉണ്ടായില്ല. ഗ്യാരണ്ടി എല്ലാം വാക്കുകളിൽ അവസാനിക്കുകയാണ്. മുഖ്യമന്ത്രി കേരളത്തിലെ ഗവൺമെൻറ് അഭിമാനത്തോടെ പറയാൻ കഴിയും, 7.5 വർഷക്കാലത്തിനിടയിൽ എല്ലാ വർഷവും നമ്മൾ അവതരിപ്പിച്ച പ്രകടന പത്രികയ്ക്ക് മാർക്കിടുന്നൊരു ഗവൺമെൻറ് ഇന്ത്യയിൽ കേരളമല്ലാതെ മറ്റൊന്നുമില്ല. ഞാൻ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയോട് നേരിട്ട് ചോദിക്കാൻ ഞങ്ങളെപ്പോലെയുള്ളവർക്ക് സാഹചര്യം ഉണ്ടാകില്ല. അവർക്ക് നേതൃത്വം നൽകുന്ന BJPയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെയും ഗവൺമെൻറ്റിനോടും രാഷ്ട്രീയ പക്ഷത്തിനോടും ചോദിക്കുന്നു, കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ അവതരിപ്പിച്ച പ്രകടന പത്രികയ്ക്ക് മാർക്കിടാൻ നരേന്ദ്രമോദി ഗവൺമെൻറ്റിന് ചങ്കൂറ്റമുണ്ടോ? ഞങ്ങൾ അവതരിപ്പിച്ച പ്രകടന പത്രിക ഇതാണ്, ആ പ്രകടന പത്രികയിൽ ഇന്നെല്ലാ കാര്യങ്ങൾ നടപ്പിലാക്കി. ഉണ്ടാകില്ല. ഞങ്ങളെല്ലാ വർഷവും പ്രകടന പത്രികയ്ക്ക് മാർക്കിടുന്നവരാണ്. ഇവിടെ കേരളത്തിൽ വന്ന് ഈ പ്രഖ്യാപനമൊക്കെ നടത്തിപ്പോയപ്പോൾ കേരളത്തിലെ ഏതെങ്കിലും ഒരു സാമാന്യ ജനവിഭാഗത്തിന് അനുകൂലമായി, അത് തൊഴിലുറപ്പാകട്ടെ, ആരോഗ്യ വിഭാഗമാകട്ടെ, സ്കൂളുകളിലെ പാചക തൊഴിലാളികളാവട്ടെ, പാചക തൊഴിലാളികൾക്ക് പോലും കൊടുക്കേണ്ട 262 കോടി രൂപ, അതായത് കേരളത്തിലെ പാവപ്പെട്ട കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കേണ്ടതിലെ കേന്ദ്ര വിഹിതം 262 കോടി രൂപ തരാത്ത ഒരു ഗവൺമെൻറ്റിന് വേണ്ടി കേരളത്തിൽ വരുമ്പോൾ അത് കൊടുക്കാം എന്നെങ്കിലും പറയണ്ടേ? ആ വിധത്തിലുള്ള ഒരു നടപടിയും ഉണ്ടായില്ല. അവസാനത്തെ ഒറ്റ കാര്യം തൃശ്ശൂർ പൂരമാണ്. തൃശ്ശൂർ പൂരത്തെക്കുറിച്ച് ആരും ആകുലപ്പെടേണ്ട കാര്യമില്ല. ജില്ലയുടെ ചുമതലക്കാരനായ മന്ത്രി എന്ന നിലയിലുള്ള നല്ല ബോധ്യത്തോടു കൂടി പറയുകയാണ്, തൃശ്ശൂർ പൂരം കേരളത്തിൽ ഇതുവരെ നടന്നതിൽ വെച്ച് ഏറ്റവും ഗംഭീരമായ പൂരമാകും. കഴിഞ്ഞ തവണ 14 ലക്ഷം പേര് പങ്കെടുത്തു എന്നാണ് ഞങ്ങളുടെ ഏകദേശ കണക്ക്. ഇത്തവണ അതുമാകില്ല, അതിനേക്കാൾ കൂടുതൽ ആളുകളാകും. ഒരു കേന്ദ്രത്തിനും ഒരു സംഘാടനത്തിനും പ്രയാസം ഉണ്ടാകില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടത്തപ്പെട്ട യോഗത്തിൽ പാറമേക്കാവും തിരുവമ്പാടിയും എത്രയാണ് പണം കൊടുക്കാവുന്നത് അവിടുത്തെ സംവിധാനത്തിൽ എന്ന് ആലോചിച്ചപ്പോൾ അതുതന്നെ ബന്ധപ്പെട്ടവർ വേണമെങ്കിൽ കുറച്ചുകൂടി പണം കൂട്ടി കൊടുക്കാം എന്നൊക്കെ അഭിപ്രായ പ്രകടനം രേഖപ്പെടുത്തി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എൻ്റെയും ആദരണീയനായിട്ടുള്ള ദേവസ്വം വകുപ്പ് മന്ത്രി K. രാധാകൃഷ്ണൻ്റെയും സാന്നിധ്യത്തിൽ നിങ്ങൾ പ്രഖ്യാപിച്ചത് എത്രയാണോ അത്ര പണം കൊടുത്താൽ മതി എന്ന് അവതരിപ്പിച്ചു. ആ വിഷയം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പാകെ പറയാം എന്നും പറയുകയുണ്ടായി. അപ്പോൾ തൃശ്ശൂർ പൂരത്തിനെ രാഷ്ട്രീയവൽക്കരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ വളരെ, ഞാൻ പ്രധാനമന്ത്രിയുടെ വാക്ക് തന്നെ ഉപയോഗിക്കുന്നു, വളരെ ദൗർഭാഗ്യകരമായി പോയി. ഇന്ത്യയുടെ പ്രധാനമന്ത്രി എഴുതി കൊടുത്തൊരു വർത്തമാനത്തിൽ പറയുമ്പോൾ എന്താണതിൻ്റെ ചരിത്രമെന്നും എന്താതിൻ്റെ സ്ഥിതിവിശേഷം എന്നും പറയേണ്ടതായിരുന്നു. അതുണ്ടായില്ല. എന്തായാലും വളരെ സന്തോഷമായി. പ്രധാനമന്ത്രി
തൃശ്ശൂരിലേക്ക് വന്നത്. പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തിയിരുന്നു. ഞങ്ങൾക്കുള്ള ഒറ്റ പ്രയാസം, അങ്ങനെ വന്നപ്പോൾ കേരളത്തിന് എന്തെങ്കിലും കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പ്രധാനമന്ത്രിയൊക്കെ അപൂർവമായിട്ടാണ് കേരളത്തിൽ വരുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനാണെങ്കിൽ പോലും എന്തെങ്കിലും കേരളത്തിനോ തൃശ്ശൂരിനോ വേണ്ട വിശിഷ്യമായി വിളിച്ചുകൂട്ടിയ സ്ത്രീകൾക്കോ ഏതെങ്കിലും വിധത്തിലുള്ള പ്രഖ്യാപനം ഉണ്ടാകും എന്ന് വിചാരിച്ചിരുന്നു. മോദിയുടെ ഗ്യാരണ്ടി എന്ന് ആവർത്തിച്ച് പറഞ്ഞതല്ലാതെ 10 വർഷക്കാലമായി നടക്കാതെ പോയ ഗ്യാരണ്ടികളിൽ ഏതെങ്കിലും ഒന്നിനെ ഇപ്പം നടപ്പിലാക്കും എന്ന് പറയാതെ പോയതിലെ പ്രയാസമുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മുന്നോട്ട് പോകും.